നമസ്കാരം. ഡാഷ്മോനെ രേവന്ത, നിനക്ക് ഉണ്ണാനുള്ള സദ്യക്ക് ഇലയിട്ടിട്ടുണ്ട്. അതായത് പിണറായിയുടെ മറുപടി വന്നിട്ടുണ്ട്. പഴയതുപോലെയല്ല, 80 വയസ്സായെങ്കിലും സിംഗം സിംഗം തന്നെ. ഡാഷ്മോനെ രേവന്ത, മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ക്രോസ് ദ ലിമിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് എങ്ങനെയാണോ തിരിച്ച് അങ്ങോട്ടും അതായിരിക്കും. ഇങ്ങോട്ട് പിണറായി മോനെ ദിനേശാന്നൊക്കെ വിളിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ വാചകമൊക്കെ വെച്ച് കാച്ചിയാൽ, ഇനി ഏത് രേവന്തനായിരുന്നാലും നമുക്ക് വെറും തൈരാണ്. ഒരു സംശയമില്ല. നിങ്ങൾക്ക് വലിയ ആളായിട്ട് കൊണ്ടുവന്ന് നടക്കാം. ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ തിരിച്ച് അതിനേക്കാൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും. ഇങ്ങോട്ട് മോശമാണെങ്കിൽ ഡാഷ് മോനെ നമുക്ക് പിന്നെ അതിൽ നോ ലിമിറ്റ്സ് എന്ന് പിണറായിയുടെ വാചകങ്ങൾ പറയുന്നുണ്ട്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത, മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. മറുപടി ഇന്നത്തെ പൊതുയോഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. മോഡി ഈസ് മൈ എൽഡർ ബ്രദർ, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അവിടെ തെലുങ്കാന ഫയൽസ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കേന്ദ്ര ഫണ്ട് മുടങ്ങിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും യഥേഷ്ടം BJP വാരിക്കോരി സഹായിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? എവിടെയെങ്കിലും ഒരിടത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഈ നാട്ടിൽ ഒരു സിനിമയൊക്കെ ഇറക്കി വിട്ടു. അവിടെ അങ്ങനെയൊന്നും ഇല്ല. അവിടെ നമ്മളാളെ തന്നെ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, രേവന്ത് റെഡ്ഡി ഇരിക്കുന്നത് ഒരുപോലെ തന്നെ. അങ്ങനെയുള്ള മഹാത്മാവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷത്തിനെ കോലിട്ട് കിണ്ടാൻ നിൽക്കല്ലേ. അതിന് ചേരുന്ന മറുപടി പറയാൻ കെൽപ്പുണ്ട്. 80 വയസ്സായി. 80ാമത്തെ വയസ്സിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് പഴയ സ്വഭാവം വേണമെങ്കിൽ എടുക്കാൻ ഒരു മടിയുമില്ല. ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ കേട്ടോണ്ട് പോകാനായിട്ട്. രേവന്ത് റെഡ്ഡിയുടെ അപ്പനല്ലല്ലോ പിണറായിയുടെ അപ്പൻ. അതുകൊണ്ട് രണ്ടും രണ്ട് കളരിയിൽ അഭ്യസിച്ച് വളർന്നതാണ്. ഒരാൾ ഇന്നലകളിൽ BJP-കാരനായിരുന്നു. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയാകാൻ BJP എന്നൊരാളെ കൊണ്ടുവന്നു. അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അറിയോ, രേവന്ത് റെഡ്ഡിയുടെ സഹോദരനാണ് കേരളത്തിൽ ഒരു സംഘപരിവാർ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഏത്? ബിഗ് TV. അതിന്റെ പ്രധാന ഇൻവെസ്റ്ററാണ്. അപ്പോൾ സംഘപരിവാറിന് വേണ്ടി ഒരേ സമയം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇവിടെ വന്നിട്ട് പിണറായി വിജയനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ വായ്മൂടിക്കെട്ടി ഇരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് ആള് മാറിപ്പോയി എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് വളരെ ശക്തമായ ഭാഷയിൽ വെറും മോനെ എന്നല്ല, ഡാഷ് മോനെ. ആ ഡാഷിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പദം പ്രയോഗിക്കാം. നമ്മുടെ നാട്ടിൽ പലരെയും അത്തരം മോൻ എന്ന് നമ്മൾ ചേർത്ത് വിളിക്കാറില്ലേ? ആ ഡാഷിൽ നിങ്ങളുടെ താല്പര്യമാണ്. ബാക്കിയെല്ലാം പിന്നാലെ വരുന്നുണ്ട്. കാത്തിരുന്നോളൂ. പിണറായിയുടെ അത്യുജ്വല മറുപടിക്ക് വേണ്ടി കേരളം കട്ട വെയിറ്റിംഗ്.